ഈ കാണുന്ന ഒട്ടകങ്ങളില്ലേ, ഞങ്ങൾ മരുഭൂമിയിലേക്ക് പോവുകയാണ്. ഇന്നത്തെ സ്റ്റേ മരുഭൂമിയിലാണ്. ഞങ്ങൾ ഒട്ടകപ്പുറത്താണ് മരുഭൂമിയിലേക്ക് പോകുന്നത്. എല്ലാവരും ആദ്യമായിട്ടാണ് ഒട്ടകപ്പുറത്ത് കയറുന്നത്. ഒട്ടകപ്പുറത്ത് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മളൊരു കുതിരൻ്റെ പോലെ ഇരിക്കുന്ന മാതിരല്ലേ, എത്ര ഉയരത്തിലാണെന്നറിയോ? നമ്മൾ ഒരുപാട് ഹൈറ്റിലാണ് ഇരിക്കുന്നത്. ഈ ഒട്ടകപ്പുറത്ത് ഇരുന്നിട്ട് ഒട്ടകം ആണ്ട് എഴുന്നേൽക്കുന്നൊരു സമയമുണ്ടല്ലോ, നമ്മൾ സിറിൽ കാളുക എന്ന് പറയില്ലേ, അതാണ് അവസ്ഥ. നമ്മളെ നെഞ്ചിൻ്റെ ഉള്ളിൽ കൂടി ഒരു സാധനം അങ്ങോട്ട് പോകണ, പെട്ടെന്നാണ്ട് ഉയരുകയാണ്. ഓ, വല്ലാത്തൊരു അനുഭവം തന്നെ കേട്ടോ. ഇങ്ങ് ദൂരെ കാണില്ലേ, അതാണ് ശരിക്ക് മരുഭൂമി. ആ മുകളിൽ കാണുന്നത് അതാണ്. നമ്മൾ മരുഭൂമിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കുതിരപ്പുറത്ത്, ഒട്ടകപ്പുറത്ത്. പക്ഷെ ഇത് അത്ര സുഖമുള്ള യാത്ര ഒന്നുമല്ല കേട്ടാ. ഇങ്ങനെ ജെർക്ക് ചെയ്ത് നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗവും ഇളകുന്ന രീതിയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. സത്യത്തിൽ ഭംഗിയാണ് കേട്ടോ സ്ഥലങ്ങൾക്ക്. വലിയ ഇതിലാണ് വരുന്നത്. എടാ നമ്മളെ പ്രജോഷ് മറ്റേ ഇവരൊക്കെ അതാ ബാക്കിൽ വരുന്നുണ്ട്. ഇത് മരുഭൂമിയിലൊരു കിണറാണ്. നമ്മളെ ക്യാമ്പിലേക്ക് ആവശ്യമായ മുഴുവൻ വെള്ളവും ഇവിടെ നിന്നാണ് ഈ ഒട്ടകപ്പുറത്താണ് കൊണ്ടുപോകുന്നത്. ഈ ക്യാനുകളിലാക്കി, ടിന്നുകളിലാക്കി ഈ ഒട്ടകത്തിൻ്റെ പുറത്ത് തൂക്കിയിടുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ മരുഭൂമിയിലെ ക്യാമ്പിൽ അത്യാവശ്യത്തിനുള്ള വെള്ളം അങ്ങനെയാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. മരുഭൂമിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒട്ടകത്തിനെ നയിക്കുന്ന ആളാണ്. പടച്ചോനെ, ഈ കാത്തോളേന്ന് പറഞ്ഞിട്ടാ പിന്നെ അതിൻ്റെ മേലെ ഇരിക്കുന്നത്. സീന് കണ്ടങ്ങള്, അയ്യോ. ഞങ്ങൾക്ക് താമസിക്കാനുള്ള ടെൻറ്റുകൾ അടിക്കുന്നത് ഈ പരിസര പ്രദേശത്താണ്. അവിടെ 10-ലധികം ടെൻറ്റുകൾ അടിക്കുന്നതാണ് അവർ പറഞ്ഞത്. വിദേശികളടക്കം ഒരുപാട് ആളുകൾ ഞങ്ങളുടെ ഈ ഗ്രൂപ്പിലുണ്ട്. എന്തായാലും ഈ മരുഭൂമിയിലെ താമസം ജീവിതത്തിലൊരു മറക്കാൻ കഴിയാത്ത അനുഭവം തന്നെ ആയിരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമ്മളെ മറ്റ് ഈ മരുഭൂമികളൊക്കെ അപേക്ഷിച്ച് ഇവിടുത്തെ ഒരു സെറ്റപ്പ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, കുറേ സ്ഥലത്തൊക്കെ ഈ പുല്ലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ സ്ഥലങ്ങളിലുണ്ട്. എന്നാൽ കുറേ സ്ഥലങ്ങളിൽ ഈ ഒന്നുമില്ലാതെ ഫുള്ള് മരുഭൂമി, എന്താ പറയുക, മണൽ മാത്രം. അങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ്. നമ്മളപ്പോൾ ഈ ഗൾഫിലൊക്കെ ഉള്ള മരുഭൂമി കാണില്ല, നമ്മളിങ്ങനെ പരന്നിട്ട്
യാതൊരു പുൽപ്പടലും ഇല്ലാതെ അങ്ങനത്തെ ഒരു സെറ്റപ്പല്ല നമ്മൾ ഈ രാജസ്ഥാനിൽ ഇപ്പോൾ ഈ കുറി വില്ലേജിലൊക്കെ കാണുന്ന ഈ ഡെസേർട്ട് എന്ന് പറയുന്നത്. വളരെ എന്താ പറയുക ഭംഗിയുള്ള ഒരു എന്താ അങ്ങനെ ദൂരേക്ക് നിങ്ങൾ കാണുന്നില്ലേ പുല്ലും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മൾ ക്യാമ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അവിടെ ഭക്ഷണം മറ്റു കാര്യങ്ങളൊക്കെ അവർ പ്രിപ്പയർ ചെയ്യുകയാണോ സംശയം, അതോ നമ്മുടെ ക്യാമ്പ് സെറ്റ് ചെയ്ത് തരുന്ന ആളുകളാണ് അവിടെ ഇരിക്കുന്നത്. അത് അവർക്കുള്ള ഭക്ഷണമായിരിക്കും അവരവിടെ സെറ്റ് ചെയ്യുന്നത്. നമുക്കുള്ള ഭക്ഷണം അവർ പുറമേ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊടുന്ന് ഇവിടെ എത്തിച്ചേരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ലോങ് വ്യൂ ഒക്കെ കണ്ടില്ലേ, അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു 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 സെറ്റപ്പാണ്. എന്തായാലും ജീവിതത്തിലെ ഫസ്റ്റ് ഒരു അനുഭവമാണല്ലോ, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും ഈ യാത്രക്കകത്ത് ഉണ്ട്. വളരെ എന്താ പറയുക, ഈ മരുഭൂമിയിൽ ആദ്യമായിട്ട്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മരുഭൂമിയിൽ ഞാൻ നിൽക്കുന്നത്. വലിയ ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ്. കണ്ടില്ലേ ഈ മണൽ, പൂയി മണലാണ് പ്രത്യേക രീതിയിലുള്ള. ഈ ഗ്രൈൻസൊക്കെ കണ്ടില്ലേ, ഒട്ടകം നടന്ന കാൽപ്പാടുകളാണ് തോന്നുന്നത് ഈ കാണുന്നത്. നമ്മളങ്ങോട്ട് എത്തിച്ചത് ഒട്ടകത്തിൻ്റെ പുറത്താണല്ലോ, നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ വീഡിയോയിൽ. പക്ഷേ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. സൂര്യൻ അസ്തമിക്കാനുള്ള ഒരു ഇതായിരിക്കണം. ഇപ്പോൾ സമയം 5:30 മണിയായി. സൂര്യാസ്തമയം നമുക്ക് മരുഭൂമിയിൽ നിന്ന് കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഇങ്ങനെ കാണുന്നുണ്ടാവും ഒരു ഇത്. ഈ കാറ്റിന് ഇങ്ങനെ ഒരു എന്താ പറയുക, കാറ്റടിച്ചിട്ട് മണൽ ഒരു സൈഡിൽ വന്നിട്ട് ഇങ്ങനെ കുന്നുമാതിരിയായ ഒരു സാധനം ഉണ്ടാ. വിനോദ വക്കീലുണ്ടോ കയറി പോകുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അങ്ങനെയാണ് ഈ മരുഭൂമിയിൽ ഈ ഇതുണ്ടാവുന്നത്, ഏറ്റക്കുറച്ചിലുകൾ ഭൂമിയിൽ. മരുഭൂമിയിലെ സൂര്യാസ്തമയമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. രാത്രിയിലേക്ക് കുറച്ച് മട്ടനൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട്. ഞങ്ങൾ തന്നെ പാചകം ചെയ്യുക എന്നുള്ള തീരുമാനത്തിൽ. അപ്പോൾ കുറച്ച് സവാളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുക. ജീവിതത്തിൽ വ്യത്യസ്തമായ ഒരു അനുഭവമല്ലേ മരുഭൂമിയിൽ പാചകം ചെയ്യുക. രാത്രിയായപ്പോൾ നല്ല തണുപ്പ് തുടങ്ങി. അവർ തീ കായാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് എല്ലാവരും വട്ടം കൂടിയിരിക്കുകയാണ്. രാത്രിയിൽ നമ്മളെ മരുഭൂമിക്ക് പ്രത്യേക ഒരു സൗന്ദര്യം തന്നെ കേട്ടോ. ഞങ്ങളിന്ന് താമസിച്ച ടെൻറ്റുകളാണ്. ഒരുപാട് ടെൻറ്റുകളുണ്ട് ഇവിടെ. അതിന് മുകളിലൊക്കെ ടെൻറ്റ്. ഒരു പോയി ക്യാമറ തന്നെ ഇടാ. എന്താ ഭംഗി ഇടാ. മരുഭൂമിയിലെ സൂര്യാസ്തമയം നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾ സൂര്യോദയം കണ്ടിട്ടുണ്ടോ? സൂര്യൻ വീഡിയോ കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടും നമുക്ക് ഈ വീഡിയോയിൽ കാണാം സൂര്യൻ ഉദിച്ചു വരുന്നത്.
ഞങ്ങൾ ബാദൽ ഹൗസിലേക്ക് മടങ്ങുകയാണ് മരുഭൂമിയിൽ നിന്നും. അവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉള്ളത്. അവിടെ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് നേരെ ജയ്സാൽമീറിലേക്ക് പോകണം. മരത്തിൻ്റെ പുറകിലുണ്ട്. തിരിച്ചിട്ടല്ലേ കപ്പേന്ന് ഞങ്ങളെല്ലാവരും കുളിച്ച് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ബാദൽ ഹൗസിനോട് വിട പറയുകയാണ്. ഒരു വ്യത്യസ്തമായ അനുഭവം നൽകിയ ഈ ബാദൽ ഹൗസിനോട് ഞങ്ങളിതാ വിട പറഞ്ഞ് ഞങ്ങൾ ജയ്സാൽമീറിലേക്ക് പോവുകയാണ്. സാറാ ബൈ. ഇതാണ് ബാദൽ ഹൗസ്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ താമസിച്ചിരുന്ന അട്ടൊക്കെ ഉള്ളത്. ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് ഇദ്ദേഹമാണ് ബാദൽ. ഇദ്ദേഹം നമുക്ക് ബൈ പറയുകയാണ്.